മിഅ്റാജ് നേർച്ചക്ക് മിഅ്റാജ് നേർച്ച നടക്കുന്ന സമയത്ത് ഓരോ വിളിക്കാൻ വേണ്ടി പോയ സംഭവം. ഒരു പരിപാടിക്ക് വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മിഅ്റാജ് നേർച്ച കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് നമുക്ക് തങ്ങളോട് ചോദിക്കാമെന്ന് പറഞ്ഞാൽ പോണ്. അപ്പോൾ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ AP അബൂബക്കർ മുസ്ലിയാരുടെ ഡേറ്റ് മിഅ്റാജ് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിനൊപ്പിക്കാൻ വേണ്ടി തങ്ങളെടുത്ത് പോവാണ്. അപ്പോൾ തങ്ങളോട് നേരെ AP അവറുകൾക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ മൂപ്പര് തയ്യാറാവില്ല. അങ്ങനെ അവർക്ക് തോന്നിയതാണ്. അങ്ങനെ അവസാനം പറഞ്ഞു, വിചാരിച്ചു പോകുമ്പോൾ അങ്ങനെ വിചാരിക്കുകയാണ്, നമ്മൾ പോയിട്ട് എന്ത് പറയാ, മിഅ്റാജ് നേർച്ച കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആവുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഡേറ്റ് അങ്ങോട്ട് മാറ്റിയതാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വരണം എന്ന് പറയാൻ വേണ്ടി കള്ളത്തരം ഉണ്ടാക്കി പോവാണ്. നേരെ ചെന്ന് അസ്സലാമു അലൈക്കും, മറുപടി കള്ളത്തരൊന്നും പറയണ്ട, വലൈക്കും അസ്സലാം. നേരിട്ടുണ്ടായ അനുഭവമാണ്. നമ്മൾ നോക്ക്, നമ്മളെ മശായിഖുമാർ ഔലിയാക്കന്മാർ അവരോട് കള്ളത്തരം പറയാൻ ആരെങ്കിലും തയ്യാറാവും? 2-3 സംഭവം ഞാൻ നോക്കുമ്പോൾ മൊത്തം കള്ളത്തരാണ്. അതേപോലെ തന്നെ ഇവരെ മിഅ്റാജ് നേർച്ചയ്ക്ക് ഒരിക്കൽ പേരോട് സഖാഫിയോട് വരാൻ പറഞ്ഞത്ര, ആര്? വടകരൂർ മിഅ്റാജ് നേർച്ചയ്ക്ക്. അപ്പോൾ അയാൾ പറയാ, SSFൻ്റെ ഒരു പരിപാടി ഞാൻ ഏറ്റത് ഉള്ളതുകൊണ്ട് എനിക്ക് പല കാരണങ്ങളും പറഞ്ഞ് ഒഴിവാകേണ്ടി വന്നു. വലിയ ഔലിയാക്കൾക്ക് നൽകുന്ന ഒരു സ്ഥാനമാണത്. ഈ 3 അക്ഷരമുള്ള സംഘടന അവർ തീരുമാനിച്ചൊരു പരിപാടി. ഇപ്പം നമ്മളൊരു പരിപാടി എന്തോ തീരുമാനിക്കുക, ഒരു മഹാൻ വന്നിട്ട് ഇന്ന പരിപാടിക്ക് വരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ പരിപാടി ഏറ്റിട്ടുണ്ട് എന്ന് അറിയലാണോ അവിടെ അതബ്? അതിന് അതബ് അറിയില്ലല്ലോ അവർക്ക്. പല കള്ളത്തരവും എതിറും പറഞ്ഞ് ഞാൻ ഒഴിവായി എന്നാ പറഞ്ഞു. പക്ഷെ ആ പരിപാടിക്കേറ്റ പോകാനും കഴിഞ്ഞില്ല. എങ്ങനെ പോകാൻ കഴിയും പിന്നെ? എന്നിട്ട് ആ വിളിച്ചു പറയാണ്, വലിയ മഹത്തായിട്ടാണ് വിളിച്ചു പറയുന്നത്. ജീവിതകാലത്ത് വരെ അവരോടുള്ള നിങ്ങളുടെ ഇടപെടലുകൾ വളരെ വലിയ ഫാൾട്ടാണ്. കേട്ടോളൂ, 1-2 സംഭവം അയാൾ എന്നെ പറഞ്ഞുതരും. മിഅ്റാജ് നേർച്ച എന്ന പേരിൽ നടക്കുന്നത് സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾക്ക് അതിനോട് വലിയ താല്പര്യമായിരുന്നു. ഒരിക്കൽ എന്നോട് ഇവിടെ മിഅ്റാജ് നേർച്ചയോടനുബന്ധിച്ചൊരു പരിപാടിക്ക് പങ്കെടുക്കാൻ പറഞ്ഞു. ഞാനത് SSFൻ്റെ പ്രവർത്തകനാണ്. SSFൻ്റെ ആവശ്യത്തിന് വേണ്ടി കർണാടകയിലെ കാർവാറിൽ പോകാൻ തീരുമാനിച്ച സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തെല്ലാമോ എതിർ പറഞ്ഞു ഒഴിഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആ കാർവാറിൽ പോക്കുണ്ടായില്ല. അത് മാത്രമല്ല, കുറെ കൊല്ലങ്ങളോളം ബൈക്ക് പോകാനേ പിന്നെ എനിക്ക് സാധിച്ചില്ല. ഒരിക്കലും കഴിയൂലല്ലോ അണ്ണങ്ങൾ. അപ്പം ഔലിയാക്കളോടുള്ള ഇവരുടെ ഇടപെടൽ അത് മനസ്സിലാക്കാൻ ഞാൻ വെച്ചത്, SSFൻ്റെ അല്ലെങ്കിൽ ഇവരുണ്ടാക്കിയ ഒരു സംഘത്തിൻ്റെ എന്തോ ഒരു പരിപാടി ഉണ്ട്, അത് ഒഴിവാക്കിയിട്ട് ഇതിന് വരാൻ മൂപ്പർക്ക് മനസ്സില്ല. എന്നിട്ട് ഉഴുതുർ പറഞ്ഞ് കാരണം പറഞ്ഞ് ഒഴിവായിട്ട് പിന്നെ ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റിയതുമില്ല. എങ്ങനെ പറ്റാനാണ്? ഒരിക്കലും കഴിയില്ലത്. അപ്പം ഹയാത്ത് കാലത്ത് തന്നെ നിങ്ങൾക്ക് അവരിൽ വിശ്വാസമല്ല എന്നതിൻ്റെ തെളിവാത്. ഇപ്പം നമ്മളെ മശായിഖന്മാർ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പുറത്ത് ഏതാ നോക്കൂ, അതല്ലേ അതബ്. അതിന് അതബ് പോയിട്ട് അലിഫ് വരെ പഠിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കള്ളത്തരം പറയാൻ വേണ്ടി പോകുന്നു. കേട്ടോ, കള്ളത്തരം പറയാൻ വേണ്ടി പോവാണ്. അതാണ് അടുത്ത സംഭവം. കേട്ടോളൂ, അടുത്ത് കേട്ടോളൂ. ഒരു ദിവസം ഇരിങ്ങണ്ടൂരിൽ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞാനും വേറെ 2-3 ആളുകളും കൂടി വരികയാണ്. അപ്പോൾ റജബ് 27 ശേഷമാണ്, ശഅബാൻ ഫസ്റ്റിലോ അല്ലെങ്കിൽ 27 ശേഷം അവസാനത്തിലോ ആണ് പരിപാടി. അപ്പോൾ വരുന്ന സമയത്ത് റജബ് 27-26 മഹാനവറുകളെ നേർച്ചയാണ്. അവിടെ നേർച്ചയ്ക്ക് ശേഷം പരിപാടി വെച്ചത് അത് മഹാനവറുകൾ കിട്ടണമെന്നുള്ള നിർബന്ധത്തിന് വേണ്ടിയാണ് എന്ന് പറയാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. കാര്യം പറഞ്ഞാൽ കാന്തപുരം ഉസ്താദിന്റെ ഡേറ്റ് കിട്ടിയതിനനുസരിച്ച് വെച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോൾ പൊളിയും. അങ്ങനെ നേരെ കയറി വന്ന് പള്ളിയിലുണ്ട്. അസ്സലാമു അലൈക്കും, കള്ളത്തിനൊന്നും പറയണ്ട, വലൈക്കും അസ്സലാം. മറുപടി അങ്ങനെയാണ്. കണ്ടങ്ങള് ആരോടാ കളവ് പറയാൻ വേണ്ടി പോണ്? വടകരോരോട്. എന്നിട്ട് കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, ഇയാൾ തന്നെയാണ് എത്ര പറഞ്ഞത്. വേറൊരു പ്രസംഗത്തിൽ മറ്റൊരാൾ പറയുന്നുണ്ട്, എന്ത്
വടകര ഓരോ ഡേറ്റ് കിട്ടാൻ വേണ്ടിയാണ് മീറാജിൻ്റെ ശേഷം മാറ്റിയത് എന്ന് നമുക്ക് പറയാം. യഥാർത്ഥത്തിൽ AP മൊയ്ലിയുടെ ഡേറ്റിന് വേണ്ടി ആക്കിയതാണ്. നേരെ മുഖത്ത് നോക്കി കള്ളത്തരം പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ സലാം പറഞ്ഞപ്പോൾ കള്ളത്തരം പറയണ്ട, വഅലൈക്കുമുസ്സലാം. അതാണ് കാലഘട്ടത്തിലെ മശായിഖുമാർ നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവിനെ മുന്നിലിരുത്തിയിട്ട് പറഞ്ഞത്, സിദ്ഖ് വേണം, സിദ്ഖ് വേണം, സത്യസന്ധത വേണം. സത്യസന്ധത തൊട്ടു തീണ്ടാത്ത നിങ്ങൾ എന്ത് ദീനാണോ നിങ്ങൾ പറയുന്നത്? ഇനി കഴിഞ്ഞോ? വല്യൂപ്പര ഒരിക്കൽ പോയാലോ കാണാൻ, അവിടെയും കള്ളത്തരം ഒരുപാടുണ്ട്. ഞാൻ ജമ്മ ചെയ്ത് 10-12 കള്ളത്തരം വടകര ഓരോട് മാത്രം പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ അത് കള്ളന്മാരെ സംഘാണെന്ന് പറയുന്നത്. ഇതാരോടാ കളി പറയുന്നത്? സ്വാദിഖീങ്ങളോട്. സിദ്ഖ് മാത്രം ജീവിതത്തിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത സ്വാദിഖീങ്ങളായ ഔലിയാക്കന്മാരോട് കള്ളത്തരം പറയാൻ വേണ്ടി പോവാണ്. മീറാജ് നേർച്ചയ്ക്ക് തന്നെ പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ആർക്ക്? AP അബൂബക്കർ മുസ്ലിയാർക്ക് ഒരിക്കൽ വില്യാപ്പള്ളിയുണ്ട് കൂടെ. അങ്ങനെ പിറ്റേ ദിവസം പോകുമ്പോൾ ഒരു വണ്ടിന്ന് പറയാണ്, അവിടെ എത്തിയാൽ ഭക്ഷണമൊക്കെ കഴിക്കേണ്ടി വരും, ഒരുപാട് ടൈം വൈകിപ്പോവും, നമുക്ക് എത്തേണ്ട അടുത്ത് എത്താൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നോമ്പാണ് എന്ന് പറയാമെന്ന് അവരോട്. നോമ്പാണ് എന്ന് പറയാമെന്ന്. കാരണം അതിൽ കൂട്ടത്തിൽ ഏതൊരാൾക്ക് നോമ്പുണ്ടല്ലോ, വില്യാപ്പള്ളിക്കറ്റ. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവർക്കും നോമ്പുണ്ട് എന്നാണ് പറയാം. അങ്ങനെ കള്ളത്തരം പറയാൻ വേണ്ടി വല്ലൂപ്പർ തന്നെ പോയി. അവിടെ എത്തിയപ്പോൾ ഓര് പറഞ്ഞാലോ, നോമ്പുള്ളവർ കഴിക്കണ്ട, അല്ലാത്തവർ കഴിച്ചോളൂ. ഈ കള്ളത്തരെല്ലാം അവിടെ നടക്കുമോ? അപ്പോൾ ഇവരുടെ ഒരു കാര്യം നോക്ക് നിങ്ങൾ. വലിയനോട്, ഔലിയാക്കളോടും മഹാന്മാരോടൊക്കെ ഒരു കാര്യം പറയാൻ പോകുമ്പോൾ കള്ളവും കള്ളത്തരവും മാത്രമല്ലാതെ എന്താ പറയുക ജീവിതത്തിലുള്ളത്? എന്നാൽ പിന്നെ അതൊന്നും വിളിച്ച് പറയാതിരിക്കാവില്ല. അത് വന്നിട്ട് വിളിച്ചിങ്ങനെ പറയും. സിറാജുൽ ഹുദയിൽ നടന്ന പരിപാടിയിൽ വില്യാപ്പള്ളി ആ സംഭവം പറയുന്നുണ്ട്. ഞങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. വില്യാപ്പള്ളിയുടെ ആ പ്രസംഗം ഒരു പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ സിറാജുൽ ഹുദയുടെ ഉള്ളിലുള്ള ആളുകൾ തന്നെ റെക്കോർഡ് ചെയ്ത് നമുക്ക് എത്തിച്ചു തന്നതായിരുന്നു അന്ന്. അതിൻ്റെ ഫുള്ളുണ്ട്, അതിൻ്റെ ചെറിയൊരു ഭാഗം കേൾക്കാം. പുറപ്പെട്ടപ്പോ വഴിക്കൻ ചർച്ച അവിടെ ചെന്നായിരുന്നു. പിള്ളേരും വെള്ളിയാഴ്ച ജുമാക്ക് മക്കളത്തിന്റെ ഉള്ളിൽ എന്താ ചെയ്യാ? എന്താ വെച്ചാൽ ആദ്യമായി ഫോട്ടോ മക്കിൽ ഇപ്പൊ തന്നെ ഹാടി വരാം. ആ പുസ്തകം പറഞ്ഞ് നമുക്ക് നോമ്പാന്ന് കഴിയും. ഇയാപ്പടിക്ക് നോമ്പാന്നല്ലോ. അപ്പൊ എന്ന് പറയുമ്പോ ജമീലും അത് ബാധിച്ചോന്നില്ല, മജ്മൂയിൽ ബാധിച്ചോ. വില്യാപ്പടി ഞങ്ങൾക്ക് നോമ്പാന്ന് പറയുന്നത്. അന്ന് ഞാൻ പറഞ്ഞ ആ നന്നാക്കൂല, ഞാൻ പറഞ്ഞ അതൊന്നും നന്നാക്കൂല. അവരെ ഞങ്ങൾ പോയി അവിടെ എത്തുമ്പോ വല്ലാത്തൊരു ഹാരി. സാധാരണ നമ്മൾ ചിരിയും തമാശയില്ല, ഒരു ഹാരി. ചെന്ന പോലെ കാണുമ്പോൾ പറയുന്ന വരാൻ വലിയ പുസ്തകം പറയും മറുപടി എന്താണ്? വില്യാമ്മ കൊടുത്താൽ പറയും, വില്യാമ്മ കൊടുത്താൽ മതി, വില്യാമ്മ കൊടുത്താൽ മതി. 3 നാൾ ഞാൻ പറയുന്നത് ഞാൻ പറയില്ലേ, അതാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഓരോരും നടയി രായത്താക്കി ദേശീയൊക്കെ മാറി ദിവസം കഴിഞ്ഞപ്പോ ചായ ഉണ്ടാക്കി. അവിടെ നന്ദി നോമ്പുള്ളവരെ കുടിക്കണ്ട, നോമ്പിലെ കുടിച്ചു. നോമ്പുള്ളവരെ കുടിക്കണ്ട, നോമ്പില്ലാതെ കുടിച്ചോ. അങ്ങനെ ഞാൻ കുടിച്ചില്ല, അവരോട് കുടിച്ചു. ഭാഗങ്ങൾ ഇനി ഒന്നിച്ച് കേട്ടാൽ മതി. വളരെ വ്യക്തമായിട്ട് ആ സംഭവത്തിൽ പറയുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒന്നും കൂടി പറയാം. അപ്പം ഇവർക്ക് ജീവിതകാലത്ത് തന്നെ ബഹുമാനപ്പെട്ട വടകര ഓറിലോ മടവൂര് ശൈഖുനയിലോ ഒന്നും ഒരു വിശ്വാസം ഈ ടീമിനുണ്ടായിട്ടില്ല. അതിൻ്റെ തെളിവാണ് നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി പച്ചക്കള്ളം പറയാൻ ഔലിയാക്കന്മാരെ ഹദറത്തുകൾ നിങ്ങൾ തെരഞ്ഞെടുത്തത്. ഇനി അവിടെ ഒന്നുകൂടി ഞാൻ പറയാം, വടകര ഓരെ എങ്ങനെ നിങ്ങൾക്ക് പറ്റും അതും വേണമല്ലോ നിങ്ങളൊന്ന് പറഞ്ഞു തരാം, അല്ലേ? അത് നിങ്ങൾ എന്തായാലും പറഞ്ഞു തരണം. വടകര ഓരെ നിങ്ങൾക്ക് എങ്ങനെ പറ്റുക?
ഇവരിപ്പോൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ. എല്ലാ ആണ്ട് നേർച്ചയിലും വന്നിട്ട് ഇവർ പറയും ഞങ്ങളുടെ വടകര വലിയവറുകൾ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വലിയ കണിശത പുലർത്തിയിരുന്ന ആളായിരുന്നു. പക്ഷേ വില്യാപ്പള്ളി ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അത് ഒരു കാലത്തായിരുന്നു. ഒരു കാലത്ത് വലിയ കണിശതയൊക്കെ ഉണ്ടായിരുന്നു. അതേ സമയത്ത് നിസ്കാരം തന്നെ ഇല്ലാത്ത കാലവും ഉണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട്. മാത്രമല്ല വടകര ഓറ് അന്ന് വില്യാപ്പള്ളി പോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് നോമ്പ് കാലത്ത് ചായ കുടിക്കുകയും ചായ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങളറിയില്ല, നിങ്ങളാണ് പറഞ്ഞത്. മാത്രമല്ല അത് അതേ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങളെ ശരീഅത്ത് നോക്കുമ്പോൾ ഒക്കാത്ത ആളാണ് വടകരോർ നിങ്ങൾക്കനുസരിച്ച്. അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് സ്ഥലം വിടണം, മക്കാമെന്ന്. അവിടെ നിൽക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം എന്താ, നിങ്ങളെ ശരീഅത്തിനോട് യോജിക്കണില്ല. നിങ്ങൾ ആ വലിയ ശരീഅത്ത് പറയലുണ്ടല്ലോ, അത് വില്യാപ്പള്ളി പൊളിച്ച് കയ്യിൽ തരും. അദ്ദേഹം തന്നെ അത് പറഞ്ഞോട്ടെ. പിന്നെ നിങ്ങൾ ആവർത്തിച്ച് കേട്ടാൽ മനസ്സിലാവും. അതെന്തായാലും കേൾക്കേണ്ടിയുണ്ട്. പറഞ്ഞോട്ടെ. എല്ലാവരും ഒരേ തരച്ചാണൊന്നുമില്ല. വലിയൊക്കെ വേണം മക്കളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിലവാരവും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ആളുകളിൽ നമുക്ക് ശരീരത്തിന് ഒക്കാത്ത നിലപാടാണ് ഇത് തോന്നുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരുടെ ഹാർട്ട് മനസ്സിലാക്കണം. ഇവിടെ ചെറിയ കാലത്ത് പരിചയമുള്ള മഹാനാണ് വനതമെന്നറിയണം. അന്ന് ഇന്ത്യയിലായിട്ടില്ല. കാരണം ഇപ്പോഴും ഇല്ലാമ്പോഴും അവിടെ പർവ്വത കുഞ്ഞുണ്ടായി എന്നാണ് പിന്നീട് അതേപോലെ മാറുന്നത് കിട്ടുന്നതല്ല. അതിൻ്റെ മുമ്പ് വലിയ വലിയ കാര്യങ്ങളാണ്. അത് തൊഴിലാളില്ല ആളാന്നില്ല. റഹ്മാനാണ് ചായ വന്നു അത് ആദ്യം കുടിക്കുകയും ചെയ്യും. കുടിച്ചിട്ട് ചെറുപ്പം കൊടുക്കും. വാങ്ങി കുടിക്കാത്തവരോട് കുടിക്കുന്നുണ്ട്. ആദ്യമാണ് നമുക്ക് പ്രശ്നമല്ല. വാങ്ങിയിട്ട് വേഗം കുട്ടുകയും ഒന്നാം അവസാനം കോമ്പാണ്ട് ഓരോന്നേരെ എന്ന് വിചാരിച്ച് പറ്റത് വാങ്ങി കുടിക്കും. അപ്പൊ ചിലപ്പോ അവർക്ക് അത് പ്രശ്നമല്ല. അതിന്റെ പല ഹാരത്തുകളുണ്ട്. നല്ല ഹാരത്തിൽ നന്നായി ജമാഅത്തുകൾ കൃത്യമായി പങ്കെടുക്കും. നല്ലൊരു നിൽക്കുന്ന ഹാരത്തുണ്ട്. തിരിച്ചറിഞ്ഞ ഹാരത്തുകളുണ്ട്. 2 അവസ്ഥയുണ്ട്. നിസ്കരിച്ച കാലമുണ്ട്, നിസ്കാരം കാണാത്ത കാലമുണ്ട്. നിങ്ങളാണ് പറയുന്നത് വില്യാപ്പള്ളിയിൽ വന്ന് റമദാനിൽ പകലിൽ ചായ കുടിപ്പിച്ചു. ഇതൊക്കെ നിങ്ങൾ പ്രസംഗിച്ചതാ. ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെ നിങ്ങളെ ശരീരത്തിൽ പറ്റും? മറുപടി പറഞ്ഞോളണം. മാത്രല്ല നിങ്ങളൊരു സ്മരണിക ഇറക്കിയിട്ടുണ്ടല്ലോ, വലിയുല്ലാഹി വടകര മുഹമ്മദാജി തങ്ങൾ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും എല്ലാവരും വലിയ ലേഖനം എഴുതിയ ആ സ്മരണികയിൽ വടകര ഓരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കൽ തലശ്ശേരിയിലെ ഗുഡ്ഷെഡ് റോഡിലെ ചായക്കടയിലിരിക്കുമ്പോൾ കറുത്ത താടിയും കോട്ടും ധരിച്ച് വെറ്റിലയും മുറുക്കി ചുരുട്ടും കത്തിച്ച് ബസ്സിൽ നിന്നിറങ്ങി നിർത്താതെ പൊട്ടിച്ചിരിക്കുന്നു. ആരെ പരിചയപ്പെടുത്തി എഴുതുകയാണ്? ബഹുമാനപ്പെട്ട വടകര ഓറെ. ആളുകളൊക്കെ തിങ്ങിക്കൂടുന്നു. വടകര ഔലിയ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു, ചെറുവണ്ണൂർ ഓർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം ആ പറഞ്ഞിടത്ത് പ്രത്യേകം എഴുതിയാണ് നിങ്ങൾ എന്തൊക്കെ എഴുതിയത്? ചുരുട്ടും കത്തിച്ച്. അപ്പം ചുരുട്ട് വലിക്കുക, ചുരുട്ട് കത്തിക്കുക, വെറ്റില മുറുക്കുക, ഇതൊക്കെ അവരുടെ പതിവായിരുന്നു എന്ന് പല സ്ഥലങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാലത്ത് ഹയാത്തിലുള്ള മഹാന്മാരുടെ വീഡിയോയും ഫോട്ടോ ഒക്കെ വിടുമ്പോൾ അതിലിങ്ങനെ നോക്കുക, പിന്നെ സിഗരറ്റ് ഉണ്ടോ, വെറ്റില മുറുക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കണ പണിയായി AP കുട്ടിയാക്ക്. ഓല് ഈ തല്ലൂടാൻ വേണ്ടി നിൽക്കുന്ന ഈ മഖാമിൽ അന്ത്യവിശ്രം കൊള്ളുന്ന മഹാന്മാരോ മടവൂർ ശൈഖുനാന്റെ ബുക്കിൽ എഴുതി വെച്ച് തുരുതുരാ സിഗരറ്റ് വലിക്കുമായിരുന്നു എന്നാ. വടകര ഓരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചുരുട്ടും കത്തിച്ച് അത് വലിച്ചുകൊണ്ടായിരുന്നു അവിടെ ഇരുന്നിരുന്നത്. നോമ്പിന് ചായ കൊടുത്ത സംഭവം പറയുന്നു. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾ എഴുതി വെച്ചതല്ല. നമുക്ക് അഹ്ലുസുന്നക്ക് അതിനൊക്കെ അതിൻ്റെതായ മറുപടിയുണ്ട്.
അവർ നിസ്കരിക്കാത്ത ഒരു കാലം ഉണ്ടാവില്ല. നിസ്കാരം എന്നത് അവ്വൽ വക്തിൽ ഏറ്റവും ആദ്യം നിർവഹിക്കുന്നവരാണ് ഔലിയാക്കന്മാർ. അതൊക്കെ ഇമാം സക്കരിയ അൽ അൻസാരി തങ്ങളെപ്പോലെയുള്ളവർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഔലിയാക്കൾക്ക് നിസ്കരിക്കാൻ അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അവർ അവിടെ പോയി നിസ്കരിക്കും. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല, നിങ്ങളെ ശരീഅത്തനുസരിച്ച് ജീവിച്ചാൽ മതി. ഇതൊക്കെ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതല്ല എൻ്റെ വിഷയം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ശരീഅത്ത് നോക്കിയിട്ട് കാലക്കാരായ മശായിഖുമാരെ ചോദ്യം ചെയ്യുമ്പോൾ എൻ്റെ ചോദ്യം, ഇവരെ നിങ്ങൾ എങ്ങനെ അംഗീകരിക്കും?